തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലാണ് കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടായത്. കരമനയാറിലും നെയ്യാറിലുമൊക്കെ അതിനാൽ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നീരൊഴുക്ക് കൂടിയതിനാൽ അരുവിക്കര, പേപ്പാറ, നെയ്യാർ ഡാമുകൾ തുറന്നിരിക്കുകയാണ്. AK സ്റ്റെഫിന്റെ റിപ്പോർട്ട്. മാറനെല്ലൂർ മലവിള കണ്ടല റോഡിലാണ് അപകടമുണ്ടായത്. ഏതാണ്ട് 25 മീറ്ററോളം വരുന്ന ഭാഗത്തെ റോഡ് ഇടിഞ്ഞ് താണ നിലയിലാണ്. ഒരു കെട്ടുണ്ടായിരുന്നു, കോൺക്രീറ്റ് ചെയ്ത റോഡാണ്, അത് ഇടിഞ്ഞു താണു. വൈദ്യുത പോസ്റ്റൊക്കെ താഴെ കുഴിയിൽ വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. ഇതൊരു കനാലാണ്. ആ കനാലിന്റെ ആ ഭാഗത്ത് ഉള്ള റോഡാണ് ഇടിഞ്ഞു താഴുന്നത്. ശക്തമായ മഴ ഇന്നലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ എന്താണ് ചേട്ടാ ഇതിന്റെ ഒരു കാരണം? എന്താണ് ഇത്? ഈ വെള്ളം ചാനലിൽ ആ പാലം കെട്ടിയപ്പോൾ ഈ വെള്ളം ആറ് പോലെ വന്ന് ഈ റോഡിൽ ഇറങ്ങുകയാണ്. അപ്പോൾ അടിയിൽ ആ വെള്ളം മറിയുമ്പോൾ ഈ അടി കൊണ്ട് മണ്ണെടുത്ത് മാറി പോവുകയാണ്. അത് ഇവിടെ അതുപോലെ തന്നെ ആ പാലം ചെയ്തിരിക്കുന്ന പാലത്ത് ഏതെങ്കിലും വാഹനങ്ങൾ നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ തെറിച്ച് പാലത്തിന് ആടി പോകും. അതും പതിഞ്ഞ് നിൽക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു മാർക്കം ചെയ്ത് ഈ കാട വന്നല്ലാതെ ഈ നടക്കില്ല. ഇത് ഇടിയാൻ പോവുകയാണ്. ഇതും പൊളന്ന് നിൽക്കുകയാണ്. ഏതായാലും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുണ്ട്. ഇനി ആദ്യം മുതൽ ഇത് കെട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാട്ടുകാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റോഡിലും പലയിടത്തും ഇതുപോലെയുള്ള അപകട ഭീഷണി നിലനിൽക്കുന്നു. പലയിടത്തും റോഡ് ഇടിഞ്ഞ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ബലപ്പെടുത്തുന്നതിന് വേണ്ടി ശാശ്വതമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ അതുവഴി വാഹനം കടന്നു പോകുന്നതിന് വേണ്ടി കഴിയില്ല. അപകട ഭീഷണി നിലനിൽക്കുകയാണ്. നല്ല മുരുകനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.